നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൊള്ള മാത്രം ശീലമാക്കിയ ഇടതു സർക്കാരിനെതിരെ ജനം വിധി എഴുതുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തോടനുബന്ധിച്ച് വഴിത്തലയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ വാഴത്തോപ്പ് പഞ്ചായത്ത് പര്യടനത്തിന് ആവേശോജ്വലമായ തുടക്കം. മുഖ്യമന്ത്രിയുടെ സംവാദ വെല്ലുവിളിയെ ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംവാദത്തിന് തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നും VD സതീശൻ വ്യക്തമാക്കി. പരാജയ ഭീതിയിൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് UDF രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നെന്നാരോപിച്ച് LDF തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രകടനവും യോഗവും നടത്തി. യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ശാന്തൻപാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ സംസ്ഥാന ഗവൺമെന്റിന് ആയിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. ശാന്തൻപാറ പഞ്ചായത്തിലെ വോട്ടർമാരെ കാണുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. വാർത്തകൾ വിശദമായി. കൊള്ള മാത്രം ശീലമാക്കിയ ഇടതു സർക്കാരിനെതിരെ ജനം വിധി എഴുതുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തോടനുബന്ധിച്ച് വഴിത്തലയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ PG ജോസഫ്, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, അഡ്വക്കേറ്റ് S അശോകൻ, CP മാത്യു എന്നിവർ സംസാരിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF അനുകൂല തരംഗമുണ്ടാകുമെന്നും കൊള്ളമാത്രം ശീലമാക്കിയ ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവിടെ ഭരിച്ചതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തോടനുബന്ധിച്ച് വഴുത്തലയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരമായി 5 ഇന്ദിരാ ഗ്യാരണ്ടികളുമായാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ പോക്കറ്റ് മണി, ഉദ്യോഗാർത്ഥികൾക്കും സംരംഭകർക്കും 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, വയോജന സംരക്ഷണത്തിനായി പ്രത്യേക മന്ത്രാലയം എന്നിവ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ എന്ന മണ്ഡലവുമായി PJക്കുള്ള ആത്മബന്ധം. അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, റവന്യൂ മന്ത്രിയായിട്ടുണ്ട്, പൊതുമരാമത്ത് മന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ പല വകുപ്പുകളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് കേരളത്തിൻ്റെ ഭരണനിർവഹണ പ്രക്രിയയിൽ മഹനീയമായിട്ടുള്ള ഒരുപാട് ഭാവനാസമ്പന്നമായിട്ടുള്ള പരിപാടികൾ നൽകി നാടിനെ ശക്തിപ്പെടുത്തിയിട്ടുള്ള ഒരു മികച്ച ഭരണാധികാരിയാണ്. അപ്പോഴൊക്കെ തന്നെ ഏത് ഘട്ടത്തിലായാലും ഏത് സാഹചര്യങ്ങളിലായാലും തൻ്റെ മണ്ണും തനിക്ക് പ്രിയപ്പെട്ടവരും എന്ന് പറയുമ്പോൾ PJ ആദ്യം കാണുന്നത് തൊടുപുഴക്കാരെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മാറി നിന്ന് അപ്പുവിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമ്പോൾ PJക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും അപ്പുവിനെ തൊടുപുഴക്കാർ ഇപ്രാവശ്യം ജയിപ്പിക്കാൻ പോകുന്നത്. കാരണം ആ വോട്ട് ഒന്ന് PJക്കുള്ള വോട്ടുമാണ്, അപ്പുവിനുള്ള വോട്ടുമാണ്. 2 വോട്ടാണ്, ഡബിൾ വോട്ട്. അത് ഒരു രാഷ്ട്രീയ നേതാവെന്നതിൽ PJയോട് കൊടുക്കാവുന്ന, തൊടുപുഴക്ക് കൊടുക്കാവുന്ന, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹം സ്നേഹിച്ച തൊടുപുഴക്കാർക്ക് അദ്ദേഹത്തോട് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും വലിയ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അപ്പുവിനെ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ നിർവഹിക്കുമെന്ന് നന്നായിട്ട് നമുക്കറിയാം. കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്, ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ, S അശോകൻ, CP മാത്യു, MJ ജേക്കബ്, ജോൺ നെടിയപാല, TS ഷംസുദ്ദീൻ, ബ്ലേസ് G വാഴയിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത രവി, ജിജി വർഗീസ്, സോമി വട്ടക്കാട്ട്, മാർട്ടിൻ ജോസഫ്, ജോബി മാത്യു പൊന്നാട്ട്, റെനീഷ് മാത്യു, തോമസ് പയറ്റ്നാൽ, ടോമിച്ചൻ മുണ്ടുപാലം, രാജേശ്വരി ഹരിധരൻ എന്നിവർ സംസാരിച്ചു. എടുത്തതായ ഏറ്റവും മാതൃക KTUCക്ക് വേണ്ടി റിജോ കുട്ടനാൽ, ആൻസി ജോജോ, ബിബിൻ തോമസ് വലാച്ചേരിയിൽ, സാബു തൊഴിലാളി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ വാഴത്തോപ്പ് പഞ്ചായത്ത് പര്യടനത്തിന് ആവേശോജ്വലമായ തുടക്കം.
പഞ്ചായത്തിലെ 15 വാർഡുകളിലൂടെയും കടന്നുപോയ പര്യടനത്തിൽ സ്ഥാനാർത്ഥിക്ക് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് വരവേൽപ്പ് നൽകിയത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലൂടെയും കടന്നുപോയ സ്ഥാനാർത്ഥി പര്യടനത്തിന് വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ത്രീകളും യുവാക്കളും അടക്കം 100 കണക്കിന് ആളുകളാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകുവാൻ കാത്തുനിന്നത്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചും തുടർഭരണത്തിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുമാണ് റോഷി അഗസ്റ്റിൻ വോട്ടർമാരെ നേരിട്ട് കണ്ടത്. വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെയായിരുന്നു പലയിടത്തും സ്വീകരണം. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഭൂമിയംകുളത്ത് നൽകിയ സ്വീകരണ പരിപാടി കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാജോ തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിക്കൊപ്പം LDF നേതാക്കളായ KG സത്യൻ, PB സബീഷ്, MV ബേബി, ജോസ് കുഴികണ്ടം, രാജു കല്ലറക്കൽ, ജേക്കബ് പിണക്കാട്ട്, പ്രഫ തങ്കച്ചൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കടുത്ത വേനൽ ചൂടിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന പ്രവർത്തകർക്കായി ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വേനൽക്കാല ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക, നേരിട്ടുള്ള വെയിലേൽക്കുന്ന 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയം വീടുകളിൽ കയറിയുള്ള പ്രചാരണം പരമാവധി ഒഴിവാക്കുക തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ കടുത്ത വേനൽച്ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന പ്രവർത്തകർക്കായി ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വേനൽക്കാല മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രചാരണത്തിനിറങ്ങുമ്പോൾ എപ്പോഴും കയ്യിൽ ഒരു കുപ്പി കുടിവെള്ളം കരുതുക. ദാഹം തോന്നിയില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ORS, ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, സംഭാരം എന്നിവ ശരീരത്തിലെ ലവണാംശം നിലനിർത്താൻ സഹായിക്കും. അമിതമായ ചായ, കാപ്പി, കാർബണേറ്റഡ് പാനീയങ്ങൾ, മദ്യം എന്നിവ ഒഴിവാക്കുക. നേരിട്ടുള്ള വെയിലേൽക്കുന്ന രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയം വീടുകൾ കയറിയുള്ള പ്രചാരണം പരമാവധി ഒഴിവാക്കുക. ഈ സമയം യോഗങ്ങൾക്കോ ഇൻഡോർ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കാം. കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വായു സഞ്ചാരത്തിന് സഹായിക്കും. വെയിലത്തിറങ്ങുമ്പോൾ കുട, വീതിയുള്ള തൊപ്പി, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പഴകിയ ഭക്ഷണം ഒഴിവാക്കുക. വെള്ളരിക്ക, തണ്ണിമത്തൻ തുടങ്ങിയ ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഗ്രൂപ്പുകളായി പ്രചാരണം നടത്താൻ ശ്രദ്ധിക്കുക. പ്രചാരണത്തിനിടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ തനിച്ചിരുത്തി പോകരുത്. വനമേഖലയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷവും പുലർച്ചെയും പ്രചാരണം ഒഴിവാക്കുക. പകൽ വെളിച്ചത്തിൽ മാത്രം വീടുകൾ സന്ദർശിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിന് ആംബുലൻസ് 108, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹെൽപ്പ് ലൈൻ 1077, ദിശ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുഖ്യമന്ത്രിയുടെ സംവാദ വെല്ലുവിളിയെ ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംവാദത്തിന് തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാമായിരുന്നുവെന്നും VD സതീശൻ വ്യക്തമാക്കി. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് താൻ എത്തുമെന്നും ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്നും VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. അദ്ദേഹം അത് പൂർണ്ണമായ അർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോ വേണമെങ്കിലും തയ്യാറാണ്. 24 മണിക്കൂർ നോട്ടീസ് മതി, ഞാൻ അവിടെ എത്തിക്കോളാം അദ്ദേഹമായിട്ട് സംവാദം നടത്താൻ. പിന്നെ നിയമസഭ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നന്നായി ഈ ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം ശബരിമല വിഷയത്തിലാണ് ഞങ്ങൾ സമരം ചെയ്തത്. ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുത്ത നോട്ടീസിന് അനുമതി ലഭിച്ചില്ല. ഗവൺമെന്റ് അതിന് തയ്യാറായിരുന്നില്ല. അത് കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. അതുകൊണ്ട് ശബരിമല വിഷയം നിയമസഭയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സർക്കാരും സ്പീക്കറും എടുത്തു. അതിനെ തുടർന്നാണ് ഞങ്ങൾ സമരം ചെയ്തത്. അത് അനുവദിച്ചില്ല. മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലൈഫ് പദ്ധതിയെ പറ്റി പറഞ്ഞത് യമണ്ടൻ കള്ളമാണെന്ന് പറഞ്ഞു. 4,43,000. അദ്ദേഹം ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,000 വീട് വെച്ചെന്ന. ഞാൻ ഇന്നലെ മന്ത്രിമാരുടെ റിപ്ലൈ അടക്കം, മന്ത്രിമാർ നിയമസഭയിൽ തന്ന റിപ്ലൈ അടക്കം അതിന്റെ മുഴുവൻ തെളിവുകളും ഹാജരാക്കി. ഇന്ന് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇന്ന് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? യമണ്ടൻ നുണ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. 2011 മുതൽ 2016 വരെ കേവലം 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് യമണ്ടൻ നുണ. അത് അല്ല എന്നും 4,43,000 വീട് പണിതു എന്നും ഞങ്ങൾ രേഖകൾ കൊണ്ട് തെളിയിച്ചപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹത്തിനിപ്പോ അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഏറ്റവും രസകരമായ കാര്യം, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ കേരളം മുഴുവൻ കോളിളക്കമുണ്ടാക്കിയ CPM, LDF
ഇപ്പോ SDPIയുടെ പിന്തുണയെക്കുറിച്ച് മിണ്ടുന്നില്ല. SDPIയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രി ചൂടാവുകയാണ്. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചൂടായില്ലല്ലോ. ഞാൻ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 4 പതിറ്റാണ്ട് കാലം അവരുടെ മാതൃസംഘടന LDFന്റെ കൂടെയായിരുന്നു. അന്ന് അവർ മതേതരവാദികളെന്നാണ് ഇവർ വിശേഷിപ്പിച്ചത്. അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നപ്പോൾ അവരെ വർഗീയവാദികളാക്കി. ഇനി SDPI മതേതരവാദികളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ? ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. നിങ്ങൾ മതേതരവാദികളാണ്, നിങ്ങൾ മതേതരത്വം മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറ. എന്താ SDPI പറഞ്ഞത്? പാർലമെന്റ് ഇലക്ഷന് പിന്തുണ നൽകിയപ്പോൾ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ധൈര്യം കാട്ടിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണിയാണ് UDF. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണി. നിങ്ങളുടെ പിന്തുണ വേണ്ട. കാരണം ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ ശക്തിയായി എതിർക്കും എന്നത് ഞങ്ങളുടെ നിലപാടാ. ഏതെങ്കിലും ഒരു മുന്നണിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 പരസ്യമായി ഞങ്ങൾ പറഞ്ഞു വേണ്ട. ഇപ്പൊ അവർക്കുള്ള പരാതി അതാണ്. അതായത് അവർ എന്നെ മാത്രമാണ് പറയുന്നത്, എല്ലാവരും എന്നെ മാത്രമാണല്ലോ പറയുന്നത്. VD സതീശനാണ് കുഴപ്പം, VD സതീശനാണ് SDPIയുടെ പിന്തുണ വേണ്ടെന്ന്. VD സതീശൻ മാത്രമല്ല, കോൺഗ്രസും UDFും ഒരുമിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പിന്തുണ വേണ്ട. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് പിന്തുണ തന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പൊ ഇത്രയും മതേതരത്വം പ്രസംഗിച്ച് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടെന്ന് പറഞ്ഞ് UDFിന് ഉണ്ടെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കോളിലൊക്കെ ഉണ്ടാക്കി ഒരു രഹസ്യമായി SDPI ആയിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടാവാണ്, പൊട്ടിത്തെറിക്കുകയാണ്. SDPIയോട് ചോദിക്കാനാ പറഞ്ഞത്. SDPIയോടല്ല ചോദിക്കേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ SDPIയുടെ പിന്തുണ വേണ്ട, അത്തരം ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് ഉറച്ചു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? പരാജയ ഭീതിയിൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് UDF രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് LDF തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രകടനവും യോഗവും നടത്തി. 100 കണക്കിന് LDF പ്രവർത്തകർ അണിചേർന്നു. യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. LDF UDF സ്ഥാനാർത്ഥികളുടെ അടക്കം എല്ലാവരുടെയും ബോർഡുകൾ തയ്യാറാക്കുന്ന കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. LDFന്റെ 100 കണക്കിന് ബോർഡുകൾ ഉദ്യോഗസ്ഥർ കീറി നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ UDF സ്ഥാനാർത്ഥിയുടെ ബോർഡുകളുമായി വാഹനം കടന്നുപോയതിനു ശേഷമായിരുന്നു ഉദ്യോഗസ്ഥർ എത്തിയതെന്നും പിന്നീട് UDF ബോർഡുകൾ കാണിച്ചു കൊടുത്തിട്ടും ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ തയ്യാറായില്ല എന്നും ആരോപിച്ചാണ് LDF നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. ജ്യോതി സൂപ്പർ ബസാറിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം മങ്ങാട്ടുകവലയിൽ സമാപിച്ചു. 100 കണക്കിന് LDF പ്രവർത്തകർ അണിചേർന്നു. യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. അലങ്കോലമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിലൂടെ നടത്തുന്നത്. അതിന് ഉദാഹരണമായ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ അടക്കം ബോർഡുകൾ പ്രിന്റ് ചെയ്യുകയും രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ബോർഡുകളും ഇറങ്ങിപ്പോയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു റെയ്ഡ്, ആ റെയ്ഡ് അദ്ദേഹം പറയുന്നത് ഒരു സ്ഥാപനമാണെന്ന് പറയുന്നത്. ഇന്ന് വരെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത, മുനിസിപ്പാലിറ്റിക്കകത്ത് ലൈസൻസ് പോലും എടുക്കപ്പെടാത്ത ആ സ്ഥാപനം എന്ന് അദ്ദേഹം വിളിക്കുന്ന അദ്ദേഹത്തിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് സ്ഥാപനങ്ങളിൽ കയറി റെയ്ഡ് നടത്താനുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് അധ്യക്ഷനായി. LDF നേതാക്കളായ VR പ്രമോദ്, ജിമ്മി മറ്റത്തിപ്പാറ, ജയകൃഷ്ണൻ, സബീന ബിഞ്ചു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശാന്തൻപാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ സംസ്ഥാന ഗവൺമെന്റിനായിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. ശാന്തൻപാറ പഞ്ചായത്തിലെ വോട്ടർമാരെ കാണുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകുവാൻ സംസ്ഥാന ഗവൺമെന്റിനായിട്ടില്ലെന്നും സ്ഥാനാർത്ഥി ആരോപിച്ചു. ശാന്തൻപാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ സംസ്ഥാന ഗവൺമെന്റിനായിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. ശാന്തൻപാറ പഞ്ചായത്തിലെ വോട്ടർമാരെ കാണുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഇവിടെ ഏകദേശം 46 ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അതിന് തക്കതായ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും ഇവിടുത്തെ സർക്കാരുകൾ ഇന്നുവരെ മനസ്സ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇവിടുത്തെ ആ ജീവനുകൾക്ക് ഒരു ജീവിതങ്ങൾക്ക് ഒരു സഹായം ഹസ്തം നീട്ടാനായിട്ട് ഇവിടുത്തെ സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ഈ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ഈ ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ടും ഇന്ന് ഈ സർക്കാർ ഒരു നടപടി എടുക്കാതെ ഇവിടുത്തെ വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് കൂടി ആവശ്യമാണ്. പക്ഷെ അതിന് കൃത്യമായ ഒരു ആവാസ വ്യവസ്ഥിതി ചെയ്തു കൊടുത്തുകൊണ്ട് പുതിയ ടെക്നോളജി ഡെവലപ്മെന്റ് അതൊക്കെല്ലാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ആ വന്യജീവികളെ സംരക്ഷിക്കുകയും ഒപ്പം കാട് നാടാകാതെയും നാട് കാടാകാതെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇവിടുത്തെ സർക്കാരിനുള്ളതാണ്. അത് അവർ തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം കാണാൻ ഞാൻ അധികാരത്തിൽ വന്നാൽ ഇവിടെ സാധിക്കുമെന്ന ഉറപ്പാണ് ഞാൻ ഈ ശാനന്തംപാറയുടെ ജനങ്ങൾക്ക് നൽകുന്നത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകുവാൻ സംസ്ഥാന ഗവൺമെന്റിനായിട്ടില്ല. രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ശാന്തൻപാറ മേഖലയിലുള്ളവർക്ക്. കാട്ടാനയും കാട്ടുപന്നിയും അടക്കം വ്യാപകമായാണ് കൃഷിവിളകൾ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലമായാൽ ജനങ്ങളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവും നിർദ്ദേശിക്കുവാൻ ഗവൺമെന്റിനോ LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കോ കഴിഞ്ഞിട്ടില്ല. നിർമ്മാണ നിരോധനം അടക്കമുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മന്ത്രി റോഷി അഗസ്റ്റിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകില്ലെന്ന് ഭൂമിയാങ്കുളം കേശവമുനി നിവാസികളുടെ പേരിൽ ഭൂമിയാങ്കുളത്ത് ഫ്ലക്സ് ബോർഡ് ഉയർന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് വോട്ട് നൽകാത്തതിനുള്ള കാരണമെന്ന് പൗരസമിതി നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പാപ്പരത്തമാണിതെന്ന് ഭൂമിയാങ്കുളം ടൗണിൽ പ്രസംഗിച്ച LDF നേതാക്കൾ പ്രതികരിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിന് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ഭൂമിയാങ്കുളം ടൗണിലെത്തുന്നതിന് തൊട്ടു മുൻപാണ് ഭൂമിയാങ്കുളത്ത് അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ഉയർന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിന്റെ മുന്നണിയിൽപ്പെട്ട വാർഡ് മെമ്പർ സിജി ചാക്കോ ഈ വിഷയത്തിൽ ആക്രമിക്കപ്പെടുകയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തിരുന്നു. റോഡിന്റെ നിർമ്മാണം റീബിൽഡ് കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ നിർത്തപ്പെട്ടു. ഇതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി. ഇതാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രദേശവാസി ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ പറഞ്ഞു. റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് നാശമാക്കിയിട്ട് ഇപ്പോൾ 2.5 വർഷമായി. അന്നും മഹാമഹമായിട്ട് ഉദ്ഘാടനം നടത്തിയിട്ട് പോയതാണ് ഈ റോഷി അഗസ്റ്റിൻ. ഇന്ന് ഈ വഴിക്കോടെ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും നടന്നു പോകാൻ പാടുന്ന അവസ്ഥയാണ്. പല പിള്ളേരും ഇതിലെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഈ കല്ലെ തട്ടി ഉരുണ്ട് വീഴുന്നുണ്ട്. ഞാനെ പിള്ളേരെ എൻ്റെ വീടുമ്പിൽ നിൽക്കുന്ന വീഴുന്ന പിള്ളേരെ ഞാനെ പിടിച്ച് എഴുന്നേപ്പിച്ച് കൈയും കാലും കഴിയൊക്കെ വിടുന്നത്. ഇതാ ഇവിടുത്തെ അവസ്ഥ. ഈ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ ഞങ്ങളെ ഈ നാടിനെ മനഃപൂർവ്വം വഞ്ചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ്. ഭൂമിയാങ്കുളം കേശവമുനി ഈ ഭാഗത്തുള്ള ആളുകൾ ഈ റോഷി അഗസ്റ്റിന് ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്. അതേസമയം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചിലർ മാത്രം നടത്തുന്ന പ്രവർത്തനമാണിതെന്നും കൂടാതെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രമഫലമായിട്ടാണ് മുളകുവള്ളി ഭൂമിയാങ്കുളം ലക്ഷംകവല റോഡ് നിർമ്മാണം നടന്നതെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിജോ തടത്തിൽ വ്യക്തമാക്കി. പ്രതിസന്ധികൾ വരുമ്പോൾ അത് മാന്യമായി പരിഹരിക്കുകയാണ് ശരിയായ രാഷ്ട്രബോധമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിയാങ്കുളം ടൗണിൽ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഫണ്ട് അനുവദിച്ച മന്ത്രിക്കെതിരെ ഇവിടെ പോസ്റ്റർ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ നാടകം അത് വളരെ മോശമാണ്, മ്ലേച്ഛകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ നാട്ടിലെ ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ നാട്ടിലെ ആളുകൾ കാണുന്നില്ലേ? നിങ്ങളല്ലേ ഈ ആരോപണം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയെ 6ാം വാർഡിൽ വിജയിപ്പിച്ചത്? എന്നിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് പറ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണ് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കാം. ഞങ്ങളും അതോടൊപ്പം കൂടാം. നിങ്ങൾ ഒരു സമരം നടത്താൻ കോൺട്രാക്ടറുടെ പടിക്കലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം കൂടാൻ ഞാനും ഇവിടെ ഇരിക്കുന്ന ഈ LDFന്റെ നേതാക്കന്മാരും ഒപ്പമുണ്ടാകുമെന്ന് പറയുക. കാരണം ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ റോഡുകൾക്കും നിങ്ങളിപ്പോ കയറി വരുന്ന മുളകുവള്ളി ഭൂമിയാങ്കുളം റോഡ്, ആ റോഡ് എന്നാ ഉണ്ടായേ? ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ റോഷി അഗസ്റ്റിൻ എന്ന MLA സ്വാധീനം ചെലുത്തിയ വണ്ടയുമായി PWDയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചല്ലേ ഈ റോഡ് പൂർത്തീകരിച്ചത്. കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ച് മടങ്ങിയതാണ് റോഡ് നിർമ്മാണം മുടങ്ങാൻ കാരണമായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കി കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേർന്ന് നിർമ്മാണം പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് ശുപാർശയും നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഭൂമിയംകുളത്തെ ഈ പ്രശ്നം പ്രത്യാരോപണങ്ങൾക്ക് വഴിവെച്ച് പുതിയ രാഷ്ട്രീയ തലങ്ങളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും VVPAT യന്ത്രങ്ങളും വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഇടുക്കി സബ് കളക്ടറും തൊടുപുഴ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായ അനൂപ് ഗാർഗിന് വോട്ടിംഗ് യന്ത്രം കൈമാറി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു.
ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും PVPAT യന്ത്രങ്ങളും വിതരണം ചെയ്തു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS, ഇടുക്കി സബ് കളക്ടറും തൊടുപുഴ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായ അനൂപ് ഗാർഗിന് വോട്ടിംഗ് യന്ത്രം കൈമാറി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ നെടുങ്കണ്ടം, ന്യൂമാൻ കോളേജ് തൊടുപുഴ, EMRS പൈനാവ്, കുട്ടിക്കാനം മരിയഗിരി ഇംഗ്ലീഷ് പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലേക്കാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിക്കുന്നത്. യന്ത്രങ്ങൾ അതാത് മണ്ഡലത്തിൽ വെച്ച് ഓരോ മെഷീനുകളും ഏത് പോളിംഗ് ബൂത്തിലേക്കാണെന്ന് 31-ന് രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ EVM മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ വഴി നടത്തും. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഷീബ മാത്യു, ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ, EVM നോഡൽ ഓഫീസർ സജീവ് CK, സീനിയർ സൂപ്രണ്ട് എബി എബ്രഹാം, ഇലക്ഷൻ വിഭാഗം ജീവനക്കാർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. വണ്ണപ്പുറം മാർസ്ലേവ ടൗൺ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. വികാരി റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി നിരവധി വിശ്വാസികൾ ഓശാന തിരുനാൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു. വികാരി റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട് കുരുത്തോലകൾ വെഞ്ചരിച്ച് വിശ്വാസികൾക്ക് കൈമാറി. സഹവികാരി ഫാദർ കെവിൻ മുട്ടത്തുകുടിയിൽ, ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു. കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടുവിൻ. വിണ്ണിൻ പുഴയിലോശാന, ദാവീദിൻ സുരുവിനോശാന, ഓശാന ഓശാന. കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടുവിൻ. വിണ്ണിൻ പുഴയിലോശാന, ദാവീദിൻ സുരുവിനോശാന. ഈ മഹത്വത്തിന്റെ രാജാവാരാകുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ. മഹത്വത്തിന്റെ രാജാവെഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവാരാകുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഭിന്നശേഷിയും സാമൂഹിക പ്രവർത്തനവും ആസ്പദമാക്കി അന്തർദേശീയ സമ്മേളനം ആരംഭിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ഡിസബിലിറ്റി കമ്മീഷണറും IUCDS ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ PT ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VG ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഭിന്നശേഷിയും സാമൂഹിക പ്രവർത്തനവും ആസ്പദമാക്കി അന്തർദേശീയ സമ്മേളനമായ ഇൻക്ലൂസീവ് ഫ്യൂച്ചേഴ്സ് 2031 ഫ്രം റൈറ്റ്സ് ടു റീസൈലൻസ്, സോഷ്യൽ വർക്ക് സ്ട്രാറ്റജീസ് ഇൻ ഡിസബിലിറ്റി കെയർ ആൻഡ് എംപവർമെന്റ് ആരംഭിച്ചു. അക്കാദമിക് വിദഗ്ധരും പ്രായോഗിക പ്രവർത്തകരും നയനിർമ്മാതാക്കളും പങ്കെടുത്ത ഈ സമ്മേളനം ഉൾക്കൊള്ളുന്ന വികസനവും ശാക്തീകരണ തന്ത്രങ്ങളും സംബന്ധിച്ച ചർച്ചകൾക്ക് വേദിയായി. ഈ സമ്മേളനം ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റും ചേർന്ന് സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണറും
IUCDS ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ PT ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. IUCDS അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫാദർ റെന്നി തോമസ് സ്വാഗതം ആശംസിച്ചു. ദക്ഷിണ കൊറിയയിലെ യുറേഷ്യ ഫോറം പ്രസിഡന്റും ഡേഗു സോഷ്യൽ വെൽഫെയർ കൌൺസിൽ പ്രസിഡന്റുമായ സക് പ്യോം കിം സമ്മേളനത്തിന്റെ തീം അവതരണം നടത്തി. ഉദ്ഘാടന സമ്മേളനത്തിലെ പ്രധാന ആകർഷണമായി IUCDSന് കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിനെ നോഡൽ ഓഫീസറായി പ്രഖ്യാപിച്ചു. പ്രമുഖ അക്കാദമിക് വിദഗ്ധരുടെ ആശംസകൾക്ക് ശേഷം ഡോക്ടർ ഷൈനു VC നന്ദി രേഖപ്പെടുത്തി. ചലഞ്ചസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഇൻ ഡിസബിലിറ്റി കെയർ ആൻഡ് എംപവർമെന്റ് എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും നടന്നു. ഡോക്ടർ ഹരീഷ് കുമാർ VG മോഡറേറ്ററായി പ്രവർത്തിച്ച ഈ ചർച്ചയിൽ ഡോക്ടർ അബ്ബാസ് അലി, ഡോക്ടർ രോഹിത് P, ശ്രീ രാജീവ് R, ശ്രീമതി രജിത L, ശ്രീ സാബിത് ഉമർ എന്നിവർ പങ്കെടുത്തു. ഭിന്നശേഷി പരിചരണവും നയപ്രവർത്തനവും സംബന്ധിച്ച വിവിധ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. സമ്മേളനത്തിന്റെ ആദ്യ ദിനം വാലഡിക്ടറി സെഷനും സർട്ടിഫിക്കറ്റ് വിതരണവും കൊണ്ട് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഞാറക്കാട് സെന്റ് ജോസഫ് പള്ളിയിൽ 40ാം വെള്ളി ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് പനങ്കര സെന്റ് ജൂഡ് കപ്പേളയിൽ നിന്നും വെട്ടിക്കലോലി മലയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടന്നു. വചന സന്ദേശം, സമാപന ആശീർവാദം, നേർച്ച കഞ്ഞി വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ആന്റണി ഓവേലിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോർജ് പള്ളിക്കുന്നിൽ വചന സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ലൂർദ് മാതാ കൂട്ടായ്മ പരിപാടിക്ക് നേതൃത്വം നൽകി. സെന്റ് മറിയം ത്രേസ്യ, സെന്റ് അൽഫോൺസ, സെന്റ് ജോർജ്, സെന്റ് ആന്റണി തുടങ്ങിയ വാർഡുകളുടെ സഹകരണത്തോടെയാണ് പരിഹാര പ്രദക്ഷിണം നടത്തിയത്. തൊടുപുഴയ്ക്ക് മെട്രോ ലൈൻ എക്സ്റ്റൻഷൻ വേണമെന്ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോമോൻ ജോൺ താൻ വിജയിച്ചാൽ ഇത് ഉടൻ നടപ്പിലാക്കുന്നതിനായി ഏതറ്റം വരെയും പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡയമണ്ട് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ക്രിസ്ത്യൻ വുമൻ ഫോർ ലൈഫ് ഇന്ത്യ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊള്ള മാത്രം ശീലമാക്കിയ ഇടതു സർക്കാരിനെതിരെ ജനം വിധി എഴുതുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തോടനുബന്ധിച്ച് വഴിത്തലയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ വാഴത്തോപ്പ് പഞ്ചായത്ത് പര്യടനത്തിന് ആവേശോജ്വലമായ തുടക്കം. മുഖ്യമന്ത്രിയുടെ സംവാദ വെല്ലുവിളിയെ ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംവാദത്തിന് തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നും VD സതീശൻ വ്യക്തമാക്കി. പരാജയ ഭീതിയിൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് UDF രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നെന്നാരോപിച്ച് LDF തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രകടനവും യോഗവും നടത്തി. യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ശാന്തൻപാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ സംസ്ഥാന ഗവൺമെന്റിന് ആയിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. ശാന്തൻപാറ പഞ്ചായത്തിലെ വോട്ടർമാരെ കാണുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.